ഇതാണ് കുഷിക്സെ ഓൾഡ് ടൗൺ. നമ്മളിപ്പം ഓൾഡ് ടൗണിൻ്റെ അകത്തൂടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം സമ്മറിൻ്റെയാണ്, നല്ല തിരക്കാണ്. ഇത്ര നാളും ആളൊക്കെ ഒഴിഞ്ഞ് ഒരു മനുഷ്യനില്ലാതെ കിടന്നതാണ്. ഇപ്പം നല്ല രസമുണ്ട്, കാരണം എല്ലായിടത്തും ഇലകളും പൂക്കളും ഒക്കെ ആയി. ഇവരുടെ ഗാർഡൻ്റെ അകത്ത് സംഭവങ്ങളെല്ലാം, ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചു. കാണുന്നതാണ് കുഷിക്സിലെ ഓപ്പറ ഹൗസ്. അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്ലോവാക്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ഈ കൊഷിക്സെ എന്ന് പറയുന്നത്. ഈ സിറ്റിയും യൂറോപ്പിലെ എല്ലാ സിറ്റികളും പോലെ തന്നെ ഇതും ഉണ്ടായി വന്നിരിക്കുന്നത് ഒരു പള്ളി. ഇതാ ദൂരെ കാണുന്നതാണ് പള്ളി. ആ പള്ളിയുടെ ചുറ്റിനും ഉണ്ടായി വന്നൊരു നഗരമാണ് ഇതും. അതായത് ഇപ്പം ഇവിടുത്തെ ഒരു പള്ളിയുടെ തൊട്ട് സൈഡിലുള്ളൊരു ഗാർഡനാണ്. നേരത്തെ ഇത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ തീർന്നു. അപ്പം ഇതിൻ്റെ നടുക്കൊരു വെള്ളം, നമുക്ക് ഈ വാട്ടർ ഡാൻസ് പോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ നടുക്കായിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ വരുന്നില്ല. ഉച്ചയ്ക്ക് എപ്പോഴും ഇത് വന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണിക്കുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഫുൾ ടൈം രാവിലെ തൊട്ട് രാത്രി വരെ ഇതിങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ അതാ ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം, എല്ലായിടത്തും ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. പുറത്തെ റെസ്റ്റോറൻറ്റ്, കാരണം തണുപ്പൊക്കെ മാറി, അതുകൊണ്ട് ഇപ്പോൾ പുറത്തെ ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തി. ഈ കൊഷിക്സെ എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴയ സിറ്റികളിലൊന്നാണ് ഈ കൊഷിക്സെ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ പള്ളി അതുപോലെ തന്നെയാണ്, വളരെ പഴക്കമുള്ളൊരു പള്ളിയാണ്. എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഈ പള്ളി പണിത വർഷം അറിയത്തില്ല, പക്ഷേ ഇതൊരു വളരെ പഴക്കം ചെന്നൊരു പള്ളിയാണിത്. ഇതാണ് ആ പള്ളി. ഇവിടുത്തെ വളരെ നല്ലൊരു ആർക്കിടെക്ചറാണ് ഇതിപ്പോഴും അവർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ കാണുന്ന ഗോപുരത്തിൻ്റെ മുകളിൽ നമുക്ക് കയറി കാണാം. ഒരാൾക്ക് 2 യൂറോയാണ് അവിടെ കയറി കാണുന്നതിൻ്റെ ചാർജ് വരുന്നത്. പള്ളി കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ പിന്നെയും ആക്ച്വലി ഇതെന്താ സാധനമെന്ന് എനിക്കറിയില്ല. ഇതും ഈ പള്ളിയുടെ അത്രയും തന്നെ പഴക്കമുള്ളൊരു കെട്ടിടമാണിത്. ഇതും പള്ളിയുടെ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ മറ്റേ ചാപ്പൽ പോലെ തന്നെ എന്തോ ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ആൾക്കാർ കയറുന്നൊന്നും കണ്ടിട്ടില്ല. ഈ പള്ളി ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നൊരു പള്ളിയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോഴും മറ്റേ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ഗാർഡനും ഒക്കെ വരുന്നുണ്ട്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെയൊക്കെ നല്ലൊരു തിരക്കും ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇതാണ് ഈ പള്ളിയുടെ പുറകിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഇന്നിപ്പോൾ അത് എനിക്ക് തോന്നുന്നു നാളെ ദുഃഖവെള്ളിയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നിപ്പോൾ ഫുള്ള് ഇതെല്ലാം ഓപ്പണായിട്ട് എല്ലാം കിടപ്പുണ്ട്.